കഥയെ ആരംഭിക്കുന്നത് സാസ്കി എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഏറെ സക്സസ്ഫുള്ളായ ഒരു ഫാഷൻ ഡിസൈനറാണ് അവൾ. അന്ന് അവളുടെ ഒരു ഫാഷൻ ഷോ ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പുറപ്പെടാൻ അവൾ ഒരുങ്ങുകയാണ്. വൈകാതെ അവൾ ആ ഫാഷൻ ഷോ നടക്കുന്നിടത്തെത്തി. അവിടെ അവളുടെ ഫിയാൻസി ഡെനിയും എത്തിച്ചേർന്നിരുന്നു. ഡെനി സാസ്കിയോട് സംസാരിച്ചു. വൈകുന്നേരം ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ നീ വൈകരുത്. തിരക്ക് പിടിച്ച ആ സമയത്ത് ഡെനി ഒന്നുകൂടി പറഞ്ഞു, നീ ഇട്ടിരിക്കുന്ന ഈ ഷൂ അത്ര നല്ലതല്ല. വരുമ്പോ ഈ ഷൂ മാറ്റിയിട്ട് വന്നാ മതി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പ്രായം ചെന്ന ഒരു ഫോർച്യൂൺ ടെല്ലർ, അതായത് ഒരു ജ്യോതിഷിയെ പോലൊരു വ്യക്തി അവളുടെ അടുത്തേക്ക് എത്തുന്നത്. ലക്ഷണം പറയുവാൻ അവളോട് ഇരിക്കുവാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു. ആദ്യമൊന്നും സാസ്കിക്ക് താല്പര്യമുണ്ടായില്ലെങ്കിലും സാസ്കി അതിന് വഴങ്ങുകയാണ്. അവരെല്ലാവരും ഒരു ടേബിളിലിരുന്നു. ഫോർച്യൂൺ ടെല്ലർ കുറച്ച് കാർഡുകൾ നിരത്തി. അതിൽ നിന്നൊന്ന് പിക്ക് ചെയ്യാൻ അവർ സാസ്കിയോട് പറഞ്ഞു. സാസ്കിയും അതിൽ നിന്നൊന്നെടുത്തു. അവളെടുത്ത കാർഡ് ഫോർച്യൂൺ ടെല്ലർ നോക്കി പുഞ്ചിരിച്ചു. പിന്നാലെ പറഞ്ഞു, നീ ജീവിതത്തിൽ പുതിയൊരു പാത കണ്ടെത്തും. പിന്നാലെ ഫോർച്യൂൺ ടെല്ലർ സാസ്കി എടുത്ത ആ ഭാഗ്യസൂചകമായ കാർഡ് സാസ്കിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ആൻഡ്രയ്ക്ക് കൈമാറി. ആൻഡ്രയോട് പറഞ്ഞു, സാസ്കിയോട് ഈ പുതിയ പാതയെപ്പറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കണം. മാത്രമല്ല താൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ചെയ്യുകയും വേണം. ആൻഡ്രയും സാസ്കിയും പിന്നാലെ അവിടെ നിന്ന് പോരാൻ തുടങ്ങി. പോരുന്ന വഴിയിലൊക്കെ ഭാഗ്യസൂചകമായ കാർഡിൽ എഴുതിയത് ആൻഡ്ര വായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന സാസ്കിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ദേഷ്യം വരുന്നുണ്ട്. കാര്യമെന്തെന്നാൽ സാസ്കിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന പക്ഷക്കാരിയാണ് അവൾ. പക്ഷേ ആൻഡ്രയാകട്ടെ ഇതിലൊക്കെ വിശ്വാസമുള്ള വ്യക്തിയും. സാസ്കി ഒന്നും ചെയ്യണ്ട, നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോ ആൻഡ്ര അത് പറ്റില്ല, ഇതൊന്ന് പ്രവർത്തിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ആ കാർഡിലെ മന്ത്രം സാസ്കിയെ കൊണ്ട് ഉച്ചരിപ്പിച്ചു. പിന്നാലെ ഫോർച്യൂൺ ടെല്ലർ പറഞ്ഞ പോലെ അവളെ കൊണ്ട് 3 വട്ടം ചുറ്റിച്ചു. 3 വട്ടം ചുറ്റി കണ്ണു തുറന്ന സാസ്കി കണ്ടത് തന്റെ മുമ്പിലുള്ള ഒരു ഷൂ സ്റ്റോർ ആയിരുന്നു. ആൻഡ്ര ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു, നോക്ക്, ഇപ്പൊ മനസ്സിലായില്ലേ മന്ത്രം വർക്കാവുമെന്ന്. നീ ഒരു ഷൂ വാങ്ങണം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നില്ലേ? ഇപ്പോ കൃത്യമായി ഷൂ സ്റ്റോറിന്റെ മുമ്പിൽ തന്നെയല്ലേ നീ നിൽക്കുന്നതെന്ന് നോക്കിക്കേ. കണ്ണു തുറന്നപ്പോ നീ കണ്ടതും ഷൂ സ്റ്റോർ തന്നെയാ. അവരാ ഷൂ സ്റ്റോറിന്റെ അകത്തേക്ക് കടന്നു. ഫിയാൻസി പറഞ്ഞതുകൊണ്ട് പുതിയൊരു ചെരുപ്പ് വാങ്ങാനായിരുന്നു സാസ്കി തീരുമാനിച്ചിരുന്നത്. അകത്തേക്ക് കടന്നിയവർ ആ കടയുടെ ഉടമയായ റിയോയെ മീറ്റ് ചെയ്യുകയാണ്. പക്ഷേ റിയോ പറഞ്ഞു, കടയുടെ പണി നടക്കുന്നേ ഉള്ളൂ, ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടൊന്നും വിൽക്കാൻ പറ്റില്ല. സാസ്കി പറഞ്ഞു, എന്റെ മുമ്പിൽ ഒരുപാട് സമയമില്ല, വൈകുന്നേരം ഒരു പാർട്ടിക്ക് പോവാനുള്ളതാ, കഴിയുമെങ്കിൽ ഒരു ഷൂ എനിക്ക് വിൽക്കാൻ സാധിക്കുമോ? ഒടുവിൽ റിയോ അതിന് സമ്മതിക്കുകയാണ്. സാസ്കി അവിടെ ഉള്ളതിൽ നിന്നും നല്ലൊരു ചെരുപ്പ് കണ്ടെടുത്തു. അത് ധരിച്ചു. അത് വാങ്ങാനും ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് സാസ്കിക്ക് ഒട്ടും ചേരുന്നില്ല എന്ന് റിയോ മനസ്സിലാക്കി. റിയോ അക്കാര്യം സാസ്കിയോട് പറയുകയും റിയോ തന്നെ ഒന്ന് സാസ്കിക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. റിയോ സജസ്റ്റ് ചെയ്ത ചെരുപ്പ് സാസ്കി ധരിച്ചു നോക്കി. അവൾക്കത് നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു. അത് തന്നെ വാങ്ങാൻ അവൾ തീരുമാനിച്ചു. ഇതേ സമയം ഡെനി സാസ്കിയുടെ ഫിയാൻസി വേഗം പാർട്ടിക്ക് വാ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സാസ്കിയെ വിളിച്ചു. വളരെ പെട്ടെന്നത് പാക്ക് ചെയ്തു തരാൻ പറഞ്ഞ സാസ്കി ചെരുപ്പിന്റെ പൈസ പേ ചെയ്തു. തിരക്ക് പിടിച്ച് നിൽക്കുകയായിരുന്നല്ലോ സാസ്കി. റിയോയും ആ തിരക്കിലായിരുന്നു ചെരുപ്പെടുത്ത് പാക്ക് ചെയ്തത്. ഒരേ കവറിലുള്ള പല ചെരുപ്പുകൾ അടങ്ങിയ ഒരിടത്തു നിന്നാണ് റിയോ അത് പാക്ക് ചെയ്തത്. പക്ഷെ ഒരു അബദ്ധം സംഭവിച്ചു. സാസ്കി സെലക്ട് ചെയ്ത ചെരുപ്പായിരുന്നില്ല റിയോ പാക്ക് ചെയ്തത്. ചെരുപ്പ് മാറിപ്പോയിരുന്നു. വൈകാതെ ആൻഡ്രയോട് യാത്രയും പറഞ്ഞ് ഒരു ടാക്സി പിടിച്ച് സാസ്കി ബർത്ത്ഡേ പാർട്ടിക്ക് പോവാൻ തുടങ്ങി. കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് കയ്യിലിരിക്കുന്ന ചെരുപ്പ് ധരിച്ചേക്കാം എന്ന് ചിന്തിച്ച സാസ്കി റിയോയുടെ കടയിൽ നിന്ന് വാങ്ങിയ ബോക്സ് തുറക്കുന്നത്. അപ്പോഴാണ് ചെരുപ്പ് മാറിപ്പോയ കാര്യം അവൾ മനസ്സിലാക്കുന്നതും. സാസ്കി ഉടനടി ടാക്സി ഡ്രൈവറോട് കാർ തിരികെ വിടാൻ പറഞ്ഞു. ഈ സമയത്താണ് സാസ്കിയുടെ ഫിയാൻസി ഡെനിയുടെ കോൾ വീണ്ടും വരുന്നത്. സാസ്കി വൈകുന്നതിൽ ഡെനിക്ക് വലിയ രോഷം വരുന്നുണ്ടായിരുന്നു. നീ വരാതെ പാർട്ടി ആരംഭിക്കില്ലെന്നും എവിടെയാണെന്നും ഒക്കെ ചോദിച്ച് ഡെനി സാസ്കിയെ കുറെ ശകാരിച്ചു. ആ ഒരു ദേഷ്യത്തിലായിരുന്നു സാസ്കി റിയോയുടെ കടയിലേക്ക് എത്തുന്നതും. കടയ്ക്കകത്തേക്ക് കയറാൻ അവൾ നോക്കിയപ്പോ ഒരു കോണിയിൽ തട്ടി അവൾ താഴെ വീണു. അവളുടെ തലയിലേക്ക് പെയിന്റ് ബക്കറ്റ് കമന്നു വീഴുകയും ചെയ്തു. അവളുടെ ഡ്രസ്സും തലമുടിയുമെല്ലാം അതോടെ ആകെ കുളമായിരുന്നു. സാസ്കിക്ക് ആകെ ഭ്രാന്ത് പിടിച്ചു. കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് റിയോക്കെതിരെ സാസ്കി അലറി പറഞ്ഞു, റിയോ കാരണമാണ് ഒക്കെ സംഭവിച്ചതെന്ന്. റിയോ ചെരുപ്പ് മാറ്റി തന്നതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചത്, എനിക്കൊരു പാർട്ടിക്ക് പോകാനുള്ളതാ എന്ന് പറഞ്ഞവൾ ദുഃഖിതയായി. റിയോ അവളെ സഹായിച്ചു. അവിടുള്ള ബാത്റൂം അവളോട് ഉപയോഗിക്കാൻ പറഞ്ഞു. പക്ഷേ സാസ്കി മുഖം കഴുകിയിട്ടും പെയിന്റ് മൊത്തം പോകുന്നുണ്ടായിരുന്നില്ല. സാസ്കിക്ക് ആകെ ദേഷ്യം വന്നു. എന്റെ ഫിയാൻസിയുടെ പാർട്ടിക്ക് പോവേണ്ടിയിരുന്നതാ, ആകെ കുളമായി എന്നൊക്കെ
എന്നൊക്കെ അവൾ രോഷത്തിലും സങ്കടത്തിലും പറയുന്നുണ്ട്. കാര്യങ്ങൾ ഡെനിയെ വിളിച്ചു പറയാൻ സാസ്കി ഫോൺ എടുത്തു. ഡെനിയെ ഡയൽ ചെയ്തെങ്കിലും കോൾ ആവുന്നുണ്ടായിരുന്നില്ല. ഡെനി കോൾ എടുക്കുന്നതിന് മുമ്പ് ഡെനി എടുക്കില്ലെന്ന് കരുതി സാസ്കി ഫോൺ താഴെ വെച്ചു. കുറച്ച് കഴിഞ്ഞതും ഡെനി ഫോൺ എടുത്തു. ഫോണിലൂടെ ഡെനി കേട്ടത് റിയോ സാസ്കിയോട് സംസാരിക്കുന്നതായിരുന്നു. ദാ ആ ഷർട്ട് ധരിച്ചിട്ട് പാർട്ടിക്ക് പോ, അതാ നല്ലത്. അത് ഫോണിലൂടെ കേട്ടതും ഡെനിയാകെ തെറ്റിദ്ധരിച്ചു. സാസ്കി തന്നെ ചതിക്കുകയാണ്, അവൾ മറ്റൊരുത്തന്റെ കൂടെയാണ് എന്നൊക്കെയായിരുന്നു ഡെനി ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ സാസ്കി ഇല്ലാതെ തന്നെ ഡെനി പാർട്ടി ആരംഭിച്ചു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് പെയിന്റൊക്കെ കഴുകിക്കളഞ്ഞ് കുളിച്ച് സുന്ദരിയായി നല്ല വേഷത്തിൽ സാസ്കി പാർട്ടിക്കെത്തുകയാണ്. ഡെനിക്ക് അടുത്തെത്തി സാസ്കി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഡെനിയാകട്ടെ രോഷത്തിലായിരുന്നു. നിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റവനേതാ എന്ന മട്ടിലായിരുന്നു അവൻ ചോദിച്ചത്. ഫോണിലൂടെ താനൊക്കെ കേട്ടുവെന്നും ഡെനി പറഞ്ഞു. നടന്ന കാര്യങ്ങളൊക്കെ സാസ്കി ഡെനിയോട് വിശദമായി പറയാൻ ശ്രമിച്ചു. പക്ഷേ ഡെനിയൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. ഡെനി ഇത്രനാളും തന്നെ ചതിക്കുകയായിരുന്നു, അവളൊരു വഞ്ചകിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. തന്റെ കൺട്രോൾ മുഴുവൻ പോയിരുന്ന ഡെനി വലിയ തോതിൽ ശബ്ദമുയർത്തി. ഗസ്റ്റുകളൊക്കെ അത് കേൾക്കുന്നുണ്ടായിരുന്നു. സാസ്കിക്ക് വല്ലാത്ത സങ്കടം തന്നെ വന്നു. പാർട്ടിയിൽ നിന്നിറങ്ങി സാസ്കി തിരികെ പോന്നു. അവൾ നേരെ പോയത് റിയോയുടെ സ്റ്റോറിന് മുമ്പിലേക്കായിരുന്നു. നടന്ന എല്ലാ കാര്യങ്ങളോടും സാസ്കിക്ക് വലിയ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ കടയ്ക്ക് മുമ്പിലെത്തിയവൾ തന്റെ ഷൂ ഊരി കടയിലേക്ക് വലിച്ചെറിഞ്ഞു. കൃത്യസമയത്തായിരുന്നു കുനിഞ്ഞിരിക്കുകയായിരുന്ന റിയോ എഴുന്നേൽക്കുന്നതും ഷൂ ചെന്ന് റിയോയുടെ തലയിലിടിച്ചു. തൽക്ഷണം റിയോ തലകറങ്ങി ബോധം കെട്ട് വീണു. ആ കാഴ്ച കണ്ടതും സാസ്കി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഉടനടി സാസ്കി റിയോയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആൻഡ്ര ആ സമയം ആശുപത്രിയിൽ വന്നു. ആൻഡ്രയോട് സാസ്കി നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. ഡെനിയുമായുള്ള തന്റെ വിവാഹം താൻ ഉപേക്ഷിക്കുകയാണ്, എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെക്കുകയാണ് എന്ന് സാസ്കി അവളോടായി പറഞ്ഞു. പക്ഷെ അത് പറയുമ്പോഴും സാസ്കി അപ്സെറ്റ് ആയിരുന്നു. കാരണം ഡെനിയുടെ കുടുംബമാണ് സാസ്കിയുടെ സുഖമില്ലാതെ അമ്മയെ ചികിത്സിക്കുന്നതും മറ്റും. ആ സമയമായിരുന്നു റിയോ മയക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത്. എഴുന്നേറ്റ് വന്ന റിയോ സാസ്കിയോടും ആൻഡ്രയോടും തന്റെ കടയൊന്ന് അടച്ചേക്കാമോ എന്ന് ചോദിച്ചു. അടുത്ത ദിവസം റിയോ സാസ്കിയും ആൻഡ്രയും വർക്ക് ചെയ്യുന്ന ഇടത്തേക്ക് പോയി. അവിടെ എത്തിയ റിയോ സാസ്കിയോട് തലേ ദിവസത്തെ കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചു. മനഃപൂർവ്വമല്ലെങ്കിലും താൻ കാരണമാണല്ലോ ഒക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്ഷമാപണം. അവരിരുവരും ഇരുന്ന് സംസാരിച്ചു. ഫിയാൻസിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ ഹെൽപ്പ് ചെയ്യാം എന്ന് റിയോ പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ടെന്നും അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞെന്നുമായിരുന്നു സാസ്കിയുടെ മറുപടി. ആ സമയത്താണ് സാസ്കിയുടെ അമ്മ അവളെ വിളിക്കുന്നത്. വീട്ടിൽ ഒരു ബാധയൊഴിപ്പിക്കൽ നടത്തണം, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഡെനിയും സാസ്കിയുമായുള്ള എൻഗേജ്മെന്റ് ഒക്കെ വേണ്ടെന്ന് വെച്ചല്ലോ, അതൊക്കെ ഏതോ ചീത്തശക്തിയുടെ ഉപദ്രവം കൊണ്ടാ എന്നൊക്കെ അമ്മ അവളോട് പറയാൻ തുടങ്ങി. ആ കാര്യങ്ങൾ സാസ്കിയിൽ നിന്ന് റിയോയും മനസ്സിലാക്കിയിരുന്നു. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്നും അമ്മ ഇത്തരത്തിൽ ഇടയ്ക്കൊക്കെ ഓരോന്ന് പറയുമെന്നും ഒക്കെ അറിഞ്ഞതും ഒക്കത്തിനും താൻ സഹായിക്കാം എന്ന് റിയോ അവൾക്ക് ഉറപ്പ് കൊടുത്തു. അടുത്ത ദിവസം ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം റിയോ കോഫി ഷോപ്പിൽ വന്ന് കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷേ സാസ്കിയാകട്ടെ അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. അവൾ അമ്മയ്ക്കൊപ്പം പൂജാകർമ്മങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. രാത്രി വൈകുവോളം സാസ്കി വരുന്നതും നോക്കി റിയോ അവിടെ തന്നെ ഇരുന്നു. അന്ന് രാത്രിയിൽ സാസ്കി റിയോയുടെ വീട്ടിലേക്ക് ചെന്നു. വൈകിയതിന്റെ കാരണമൊക്കെ റിയോയോട് പറഞ്ഞ് അവനോട് ക്ഷമ ചോദിച്ചു. സാസ്കിയുടെ അവസ്ഥ റിയോക്ക് മനസ്സിലാവുമായിരുന്നു. റിയോ അവളോട് ക്ഷമിച്ചു. ഇന്ന് നമുക്ക് മീറ്റ് ചെയ്യാനും ഒന്നും സംസാരിക്കാനും പറ്റിയില്ല. ഇന്ന് ദിവസം മുഴുവൻ അവിടെ കാത്തിരുന്നത് കൊണ്ട് എനിക്ക് ഷോപ്പിങ്ങിന് പോകാനും സാധിച്ചില്ല. കടയിലേക്ക് ഷൂസ് ഒക്കെ വാങ്ങാനുണ്ട്. നാളെ അതുകൊണ്ട് ഷൂ മാർക്കറ്റിൽ പോകണം. എന്റെ കൂടെ ഷൂ മാർക്കറ്റിൽ വരുന്നതിന് ഓക്കെയാണോ? റിയോ ചോദിച്ചപ്പോ സാസ്കിക്ക് അതിന് പൂർണ്ണ സമ്മതമായിരുന്നു. അടുത്ത ദിവസം സ്കൂട്ടറിൽ റിയോയും സാസ്കിയും കൂടി ഷൂ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. റിയോ അവിടെ ചെരുപ്പിന്റെ വിലപേശാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ തുടങ്ങി. സാസ്കി ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ക്യാമറയിൽ പകർത്തുകയും മറ്റും ചെയ്ത് രസിച്ചുകൊണ്ടിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സാസ്കിയും റിയോയും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്തിരുന്നു. ഇടയ്ക്കിടെ അവർ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും സമയം ചെലവിടാനും തുടങ്ങി. റിയോയെ കട ശരിയാക്കാൻ സാസ്കി സഹായിക്കുകയും ചെയ്തു. ഇതേ സമയം സാസ്കിയുടെ ഈ ജീവിതവും റിയോയുമൊത്തുള്ള കറക്കവുമൊക്കെ ഡെനിയുടെ ആളുകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരെ കാര്യങ്ങൾ ഡെനിയോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ റിയോയുടെ കടയുടെ ഉദ്ഘാടന ദിവസം എത്തി. സാസ്കിയും അന്ന് അവിടെ ഉണ്ടായിരുന്നു. കട ഉദ്ഘാടനം ചെയ്യാൻ റിയോ ക്ഷണിച്ചത് സാസ്കിയെ തന്നെയായിരുന്നു. സാസ്കിയായിരുന്നു തന്റെ ആദ്യത്തെ കസ്റ്റമർ എന്നും അവളാണ് കട ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നും റിയോ പറഞ്ഞു. സാസ്കിക്ക് നാണവും സന്തോഷവും തോന്നി. അവൾ മുന്നിട്ട് വന്ന് റിബൺ കട്ട് ചെയ്ത് കട ഉദ്ഘാടനം ചെയ്തു. പിന്നാലെ കടയ്ക്കും റിയോക്കുമൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ അവൾ ഒരുങ്ങുകയായിരുന്നു. ഈ സമയമാണ്
ഡെനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയത് ബലമായി സാസ്കിയെ പിടിച്ച് നീ വീട്ടിലേക്ക് വന്നേ എന്ന് പറഞ്ഞ് അവളെയും വലിച്ച് ഡെനി കൊണ്ടുപോവാൻ ആരംഭിച്ചു. തന്റെ കൈ വിടുവിപ്പിക്കാനും തന്നെ വിടാനുമൊക്കെ സാസ്കി പറയുന്നുണ്ടായിരുന്നെങ്കിലും ഡെനി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. റിയോ അതിൽ ഇടപെട്ടു. സാസ്കിയെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ചു. പക്ഷേ ഡെനി ബോഡി ഗാർഡ്സുമായിട്ടായിരുന്നു വന്നിരുന്നത്. ഡെനി റിയോയെ മർദ്ദിച്ചു. അവരെല്ലാവരും ചേർന്ന് റിയോയെ അടിച്ചിട്ടു. അന്ന് വൈകുന്നേരത്തോടെ സാസ്കി വീട്ടിലേക്ക് എത്തിയിരുന്നു. അമ്മ വന്ന് സാസ്കിയോട് സംസാരിച്ചു. നടന്ന കാര്യങ്ങളിൽ അവൾ വളരെ ദുഃഖിതയായിരുന്നു. അമ്മ പറഞ്ഞു ഡെനി വന്നിരുന്നു. റിയോയുടെ സ്റ്റോറിൽ വെച്ച് നടന്ന കാര്യങ്ങൾക്ക് അവൻ ക്ഷമ ചോദിച്ചു. മോളെ, നിനക്ക് പറ്റിയയാൾ ഡെനിയാണ്. നീ ഡെനിയുടെ കൂടെയായിരിക്കുമ്പോ എനിക്ക് സമാധാനവും ആശ്വാസവും ഉണ്ട്. അവനാണല്ലോ എന്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? സാസ്കിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സാസ്കി അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ അവൾക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾ പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം എന്താണോ അതുപോലെ ഞാൻ ചെയ്യാം. എനിക്ക് അമ്മയുടെ രോഗം ഭേദമാവണമെന്നാണ്. അടുത്ത ദിവസം ഉദ്ഘാടന ദിവസത്തെ ഫോട്ടോ റിയോ സാസ്കിക്ക് അയച്ചിരുന്നു. സാസ്കി അതിന് മറുപടി അയച്ചു. തന്റെ ജീവിതത്തിലെ നല്ല നാളുകൾക്ക് നിന്നോട് നന്ദിയുണ്ട്. അതെല്ലാം നല്ല നിമിഷങ്ങളായിരുന്നു. ആ ഒരു കാലയളവിൽ റിയോയുടെ അടുത്ത് സാസ്കിക്ക് ഒരു പ്രണയ താല്പര്യം രൂപപ്പെട്ടിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവൾ അത് ഉള്ളിലൊതുക്കി. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോ റിയോക്ക് അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് നിർദ്ദേശങ്ങൾ വന്നു. തിയാര എന്നൊരു പെൺകുട്ടി കടയിൽ വന്ന കാര്യം അവനമ്മയോട് പറഞ്ഞപ്പോഴായിരുന്നു അത്. തിയാരയുടെ കുടുംബവും റിയോയുടെ കുടുംബവും പണ്ട് മുതലേ പരിചയമുള്ളവരാണ്. റിയോയുടെ കട തുടങ്ങാനും ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുമൊക്കെ റിയോയെ സഹായിക്കുന്നതും തിയാരയുടെ കുടുംബമായിരുന്നു. തിയാരയുമായി റിയോ ബന്ധത്തിലാവുന്നത് റിയോയുടെ അമ്മക്ക് വളരെ താല്പര്യമുള്ള കാര്യമായിരുന്നു. അക്കാര്യം അവർ അവതരിപ്പിച്ചു. അവർ നിന്റെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തോളും എന്നുമൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം റിയോയുടെ അമ്മ തിയാരയ്ക്കൊപ്പം റിയോയെ ചെന്ന് കണ്ടു. തിയാരയ്ക്ക് റിയോയോട് താല്പര്യമുണ്ടായിരുന്നു. റിയോയോട് അടുപ്പം കാണിക്കാൻ തിയാര അവിടെ വെച്ച് ശ്രമിക്കുകയും ചെയ്തു. തിയാര അവിടെ വെച്ച് റിയോയോട് പറഞ്ഞു, ഷൂ എക്സ്പോർട്സിൽ എനിക്ക് വലിയ താല്പര്യമുണ്ട്. എനിക്ക് പറ്റിയ ഒരാളെ, എന്റെ അതേ താല്പര്യമുള്ള ആളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിയാര ഓപ്പണായി പറഞ്ഞിട്ടും റിയോ മറുപടിയൊന്നും പറഞ്ഞില്ല. അധികം വൈകാതെ സാസ്കിയും റിയോയും വീണ്ടും നേരിട്ട് മീറ്റ് ചെയ്തു. അന്ന് പാർട്ടിക്ക് പോയപ്പോൾ റിയോയുടെ ഷർട്ടായിരുന്നു സാസ്കി ഉപയോഗിച്ചത്. ആ ഷർട്ട് തിരിച്ചു കൊടുക്കാൻ വന്നതായിരുന്നു അവൾ. ഡെനിയെ വിവാഹം കഴിക്കാൻ താൻ തീരുമാനിച്ചെന്നും അതുകൊണ്ട് ഈ ഷർട്ട് റിട്ടേൺ ചെയ്യാൻ വന്നതാണ് എന്നും അവൾ പറഞ്ഞു. അന്ന് സാസ്കി റിയോയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സാസ്കിക്കൊപ്പം റിയോ അവളുടെ വീട്ടിൽ പോയി അവളുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെട്ടു. സന്തോഷത്തോടെ കുറെ സമയം അവിടെ ചെലവഴിച്ചു. അടുത്ത ദിവസം റിയോയും തിയാരയും ഒരു ഷൂ ഫാക്ടറി സന്ദർശിച്ചു. തിയാരയുടെ ഷൂ ഫാക്ടറി ആയിരുന്നു അത്. അവിടെ വെച്ച് തിയാര വളരെ ഗൗരവത്തിലാണ് വർക്കേഴ്സിനോട് ഇടപഴകുന്നതെന്നും അവർക്കൊരു വിലയും കൊടുക്കുന്നില്ല എന്നൊക്കെ റിയോ നോക്കിക്കാണുന്നുണ്ട്. അവർ ഫാക്ടറിയിൽ നിന്നിറങ്ങുമ്പോ ഒരു സംഘം വർക്കേഴ്സ് തിയാരയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളെ തിയാര മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഒരു വൃദ്ധനായ മനുഷ്യൻ വീണിട്ട് പോലും അവൾ അത് തിരിഞ്ഞു നോക്കിയത് പോലുമല്ല. തിയാരയുടെ ആ സ്വഭാവമൊന്നും റിയോക്കത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഫാക്ടറി സന്ദർശനമൊക്കെ കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലേക്ക് എത്തി. റിയോയുടെ വീട്ടിൽ അന്ന് അവരുടെ എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചിരുന്നു. ഉമ്മയുടെ താല്പര്യം സംരക്ഷിക്കാൻ റിയോ അന്ന് അവിടെ വെച്ച് തിയാരയുടെ വിരലിൽ മോതിരമണിയിച്ചു. അവരുടെ എൻഗേജ്മെന്റ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യപ്പെട്ടു. അന്ന് അവിടെ വെച്ച് തിയാര തന്റെ പദ്ധതികളും വിശദീകരിച്ചു. താൻ റിയോയുടെ ഒപ്പം ചേർന്ന് ഒരു ഷൂ കമ്പനി ആരംഭിക്കുന്നു, ഷൂ എക്സ്പോർട്ട് കമ്പനി എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഇതേസമയം മറുവശത്ത് സാസ്കിയുടെയും ഡെനിയുടെയും വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് മുമ്പോട്ട് പോയിരുന്നു. വൈകാതെ ആൻഡ്രയും സാസ്കിയും കൂടി റിയോയുടെ ഷോപ്പിലേക്ക് വന്നു. വെഡ്ഡിംഗ് ഷൂ സാസ്കിക്ക് വേണ്ടി വാങ്ങാനായിരുന്നു അത്. അന്ന് തിയാര റിയോക്കൊപ്പം ഷോപ്പിലുണ്ടായിരുന്നു. റിയോ തിയാരയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞതും സാസ്കിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. വല്ലാത്തൊരു അസൂയയും അവൾക്കുള്ളിന്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു. റിയോയുടെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടിയെത്തി എന്ന് മനസ്സിലാക്കിയ സാസ്കി കടയിൽ നിന്നിറങ്ങിപ്പോന്നു. റിയോയിൽ നിന്ന് അകലം പാലിക്കാനും സാസ്കി തീരുമാനിച്ചിരുന്നു. അധികം വൈകാതെ ഷൂ വെൻഡർ മാർക്കറ്റിലേക്ക് വെഡ്ഡിംഗ് ഷൂ വാങ്ങാൻ വേണ്ടി ഡെനിക്കൊപ്പം സാസ്കി പോയി. മുമ്പ് റിയോക്കൊപ്പം അവൾ അവിടെ വന്നിട്ടുള്ളതാണല്ലോ. അവരങ്ങോട്ടേക്ക് എത്തുമ്പോ അവിടെ റിയോയും തിയാരയും ഉണ്ടായിരുന്നു. അവർ അവരുടെ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട് വന്നതായിരുന്നു. റിയോയെ കണ്ട് സാസ്കി ഒന്ന് ഞെട്ടുന്നുണ്ട്. അവിടെ വെച്ച് തിയാരയും സാസ്കിയും പരസ്പരം പരിചയപ്പെട്ടു.
തിയാരയാണ് റിയോയുടെ ഭാവി വധു എന്ന കാര്യവും സാസ്കി മനസ്സിലാക്കി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സാസ്കി ഓർഡർ ചെയ്ത ഷൂ സാസ്കിക്ക് വന്നെത്തിയിരുന്നു. വിവാഹത്തിന് അണിയാൻ വേണ്ടിയുള്ള ഷൂ. പക്ഷേ ആ ഷൂവിൽ പ്രിന്റ് ചെയ്യപ്പെട്ടിരുന്നത് സാസ്കിയുടെയും റിയോയുടെയും പേരുകളായിരുന്നു. സാസ്കിയുടെയും ഡെനിയുടെയും പേരുകളായിരുന്നില്ല. ഡെനിയെ അത് വല്ലാതെ ക്ഷുഭിതനാക്കി. ഈ ഷൂ വേണ്ടെന്നും ആ ഷൂ മേക്കർക്ക് നയ പൈസ കൊടുക്കില്ല എന്നും ദേഷ്യത്തോടെ ഡെനി പറഞ്ഞു. പിന്നാലെ സാസ്കിയുടെ ഫോൺ കോൾ റിയോയെ തേടിയെത്തി. നടന്ന കാര്യങ്ങൾ പറഞ്ഞ് റിയോയോട് സാസ്കി ദേഷ്യപ്പെട്ടു. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്നും എനിക്ക് നിന്നെ ഇനി നേരിട്ട് കാണണമെന്ന് പോലും ആഗ്രഹമില്ല എന്നെന്ന് സാസ്കി പറയുന്നുണ്ട്. റിയോ പറഞ്ഞിട്ടാണ് ആ ഷൂ മേക്കർ അങ്ങനെ ചെയ്തത് എന്നായിരുന്നു സാസ്കി കരുതിയത്. റിയോ അപ്പോൾ ഒരു കഫറ്റീരിയയിലായിരുന്നു. അവിടെ വെച്ചാണ് സാസ്കിയും അതേ കഫറ്റീരിയയിലുണ്ട് എന്ന് റിയോ മനസ്സിലാക്കുന്നത്. റിയോ നേരെ സാസ്കിയുടെ അടുത്തേക്ക് ചെന്നു. സാസ്കിയോട് അന്നും മനസ്സ് തുറന്ന കാര്യങ്ങൾ പറഞ്ഞു. അവളെ താൻ പ്രണയിച്ചിരുന്നു എന്നറിയിച്ചു. പക്ഷേ ഷൂ മേക്കറോട് പറഞ്ഞ് അത്തരത്തിലൊന്നും ചെയ്തത് താനല്ല എന്നും അവൻ വ്യക്തമാക്കി. നമ്മൾ രണ്ടാളും തെറ്റായ ആളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നും റിയോ സാസ്കിയോട് പറയുന്നുണ്ട്. സാസ്കിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. റിയോ പറയുന്നത് സത്യമാണ് എന്ന് സാസ്കിക്കും അറിയാമായിരുന്നു. പക്ഷേ തന്റെ മുമ്പിൽ മറ്റു വഴികളില്ലെന്നും ഡെനിയെ മാത്രമേ തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കൂ എന്നും പറഞ്ഞ സാസ്കി അന്ന് അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസമാണ് സാസ്കി പുറത്തു പോയപ്പോൾ മുമ്പ് അവൾ കണ്ട അതേ ഫോർച്യൂൺ ടെല്ലർ ജ്യോതിഷി അവർക്ക് മുമ്പിലേക്ക് എത്തിച്ചേർന്നു. ഫോർച്യൂൺ ടെല്ലർ അവളെ കണ്ടതും അവളുടെ അടുത്തെത്തി സംസാരിച്ചു. അവൾ പോകുന്നത് ശരിയായ പാതയിലല്ലെന്നും ശരിയായ പാത കാണാൻ ദാ ഈ തൂവൽ ഉപയോഗിച്ചാൽ മതി എന്നും പറഞ്ഞൊരു തൂവൽ അവർ സാസ്കിക്ക് കൈമാറി. ഇതേ സമയം സാസ്കിയുടെ സുഹൃത്ത് ആൻഡ്രയാകട്ടെ മറ്റൊരു കഫേയിൽ പോയിരിക്കുകയായിരുന്നു. ആൻഡ്രയ്ക്ക് അടുത്തിരുന്ന രണ്ട് സ്ത്രീകൾ ഡെനിയെപ്പറ്റി സംസാരിക്കുന്നത് അവൾ കേട്ടു. അത് ആൻഡ്ര ശ്രദ്ധിക്കുകയും ചെയ്തു. അവരിരുവരും ഡെനിയുമായി അടുത്ത ബന്ധമുള്ള സ്ത്രീകളാണ് എന്ന് ആൻഡ്ര മനസ്സിലാക്കി. അവർ പോയപ്പോൾ അവരെ ആൻഡ്ര ഫോളോ ചെയ്തു. അവർ നേരെ ചെന്നത് ഡെനിയുടെ മുറിയിലേക്കായിരുന്നു. ഡെനി അവരെ സ്വീകരിച്ച വേഷവും മറ്റുമൊക്കെ കണ്ടതും സാസ്കിയെ ഡെനി ചീറ്റ് ചെയ്യുകയാണ് എന്ന് ആൻഡ്ര മനസ്സിലാക്കി. അവൾ ആ ദൃശ്യങ്ങൾ അത്രയും അവരുടെ സംസാരവും അവളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ആൻഡ്ര അതുടൻ സാസ്കിക്ക് അയച്ചു കൊടുത്തു. ആ വീഡിയോ കണ്ട സാസ്കി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. അടുത്ത ദിവസം അവൾ ഡെനിയെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തി. ഡെനിയോട് വീഡിയോയിലെ കാര്യമടക്കം ചോദിച്ച് തട്ടിക്കയറി. പക്ഷേ ഡെനിക്ക് അതിലൊന്നും ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിവാഹം കഴിക്കുന്നത് മ്യൂച്വൽ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണ് എന്നായിരുന്നു അവന്റെ മറുപടി. ഡെനി തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടേയില്ല എന്ന് മനസ്സിലാക്കിയ സാസ്കിക്ക് അത് വല്ലാത്ത ഷോക്കായിരുന്നു. അതോടെ ഡെനിയുമായി ബ്രേക്കപ്പ് ചെയ്യാൻ സാസ്കി തീരുമാനിച്ചു. അവളന്ന് ഒരുപാട് കരഞ്ഞിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോ അവൾ കണ്ടത് രോഗം മൂർച്ഛിച്ച് അവളുടെ അമ്മ കുഴഞ്ഞു വീണതായിരുന്നു. ഉടനടി അവൾ തന്റെ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. അടുത്ത ദിവസമായിരുന്നു റിയോയുടെയും തിയാരയുടെയും വിവാഹം നടക്കാനിരുന്നത്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ വലുതായി. ഒടുവിൽ വിവാഹം വേണ്ടെന്ന് വെക്കേണ്ടുന്ന ഘട്ടം വരെ എത്തി. വിവാഹം മുടങ്ങുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് റിയോ ഷൂ വെണ്ടറോട് സംസാരിച്ചു. നീ പറഞ്ഞിട്ടല്ല ഞാനന്ന് ആ ചെരുപ്പിൽ അവളുടെ പേരിനൊപ്പം നിന്റെ പേരെഴുതിയത്. നിങ്ങൾ രണ്ടുപേരെയും ആദ്യം ഒരുമിച്ച് കണ്ടപ്പോ തന്നെ എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ആ സമയം റിയോ പറഞ്ഞു, ഞങ്ങൾക്കും അതായിരുന്നു താല്പര്യം. പക്ഷേ ജീവിതത്തിന് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. നിർബന്ധിതാവസ്ഥയിൽ ഞങ്ങൾക്ക് മറ്റു രണ്ട് പാർട്ട്നേഴ്സിനെ കണ്ടെത്തേണ്ടി വന്നതാണ്. ഈ സമയം തിയാര അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഷൂ വെണ്ടറും റിയോയും തമ്മിലുള്ള സംസാരം തിയാര കേൾക്കുകയും ചെയ്തു. അത് കേട്ടതും സങ്കടത്തിൽ തിയാര അവിടെ നിന്ന് നടന്നു പോവാൻ തുടങ്ങി. റിയോ അവളുടെ പിന്നാലെ ചെന്നു. അവരിരുവരും സംസാരിച്ചു. തിയാര തന്റെ കയ്യിലെ എൻഗേജ്മെന്റ് മോതിരമൂരി റിയോയുടെ കയ്യിൽ കൊടുത്തു. റിയോയോട് ക്ഷമ ചോദിച്ച് അവിടെ നിന്നും നടന്നുപോയി. മറുവശത്ത് സാസ്കിയുടെ അമ്മ കുറച്ചൊക്കെ സുഖപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. അവർ ആശുപത്രിയിലായിരുന്നു. റിയോ ആ സമയം നീണ്ടൊരു മെസ്സേജ് സാസ്കിക്ക് അയച്ചു. ആൻഡ്ര അത് ആദ്യം കണ്ടു. ആൻഡ്ര ഫോൺ എടുത്ത് ഇത് വായിക്കെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തു. എല്ലാം വിട്ട് ലോകം കറങ്ങുവാൻ, നാട് വിട്ട് പോകുവാൻ റിയോ തീരുമാനിച്ചിരുന്നു. സാസ്കിക്ക് ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും റിയോ അതിൽ നേരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സാസ്കി വിവാഹിതയായി എന്നായിരുന്നു റിയോ കരുതിയിരുന്നത്. സാസ്കിക്ക് റിയോയുടെ അടുത്തേക്ക് പോകണമെന്നും താൻ വിവാഹിതയായിട്ടില്ല, ബ്രേക്കപ്പ് എന്ന കാര്യം അറിയിക്കണം എന്നും തോന്നി. അന്ന് സാസ്കിയുടെ അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്ത് അവൾക്ക് ധൈര്യം പകർന്നു. സാസ്കി ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു. മറുവശത്ത് റിയോ ആകട്ടെ കടപൂട്ടി എയർപോർട്ടിലേക്ക് പുറപ്പെടാനിറങ്ങുകയായിരുന്നു. സാസ്കി കടയ്ക്ക് മുമ്പിലേക്ക് എത്തിയപ്പോൾ കണ്ടത് കട പൂട്ടിയിട്ടിരിക്കുന്നതാണ്. അവൾ വല്ലാതെ അപ്സെറ്റായി. അവിടെ നിന്ന് തിരികെ പോവാൻ നേരമാണ് ഫോർച്യൂൺ ടെല്ലർ കൊടുത്ത് ആ തൂവലിന്റെ കാര്യം അവൾ ഓർത്തത്. അവൾ അതെടുത്ത് ആകാശത്തേക്ക് ഉയർത്തിവിട്ടു. ആ തൂവൽ ചെന്നു വീണത്
റിയോയുടെ കടയുടെ മുമ്പിൽ തന്നെയായിരുന്നു. സാസ്കിക്ക് എല്ലാ പ്രതീക്ഷയും അതോടെ അറ്റുപോയിരുന്നു. ഇനിയൊന്നും ബാക്കിയില്ലെന്ന് ചിന്തിച്ച് സാസ്കി തിരികെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് കടയുടെ ഒരു വശത്തു നിന്നും റിയോ പുറത്തേക്ക് വന്നത്. തൂവൽ വീഴുന്ന കണ്ട് പുറത്തേക്കിറങ്ങിയതായിരുന്നു അവൻ. സാസ്കിയുടെയും റിയോയുടെയും പേരെഴുതിയ ആ ഷൂസ് എടുക്കാൻ അവൻ തിരികെ എത്തിയതായിരുന്നു. റിയോ പോയിട്ടുണ്ടായിരുന്നില്ല. അവരിരുവരും അവിടെ വെച്ച് വീണ്ടും ഒന്നുചേരുകയാണ്. തങ്ങളുടെ പേരൊന്നിച്ചെഴുതിയ ആ ഷൂസ് റിയോ സാസ്കിക്ക് അണിയിച്ചു കൊടുത്തു. പിന്നാലെ അവരിരുവരും ആലിംഗനം ചെയ്തു. അവരൊന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.